Assalamu alaikum, welcome to Rosmin's Kitchen. Hi friends, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സൺഫ്ലവർ സ്നാക്സുമായിട്ടാണ്. അത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാം, അതേപോലെ ഡെസേർട്ട് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്സ് ആണിത്. ഒരു ഡിഫറെൻ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതേപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഞാനിപ്പം കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി സിറപ്പും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചോക്ലേറ്റ് സിറപ്പും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ ജാം ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് വാം വാട്ടർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞങ്ങൾ ആക്റ്റീവ് ഈസ്റ്റും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലുള്ള ഷുഗറും ഇടാൻ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ. ഒരു 3-4 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ തന്നെ ഒരു ബൗളിൽ 500 ഗ്രാം മൈദ എടുത്തിട്ട് നിങ്ങൾ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താക്കാൻ, നിങ്ങൾ ഈസ്റ്റ് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് മാവ് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ സ്പൂണ് വെച്ച് ചെയ്തപ്പോൾ നിങ്ങളെ കൈ നന്നായിട്ടൊന്ന്, ഇപ്പം മാവ് വയ്ക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ, അപ്പോൾ നമ്മൾ സ്പൂണ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക, സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. ഓക്കെ, നമ്മൾ കൈമലൊന്നും നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു സ്പൂണിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ ഓൾറെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഒലീവ് ഓയിൽ ഞാൻ ചേർത്തിട്ടില്ല, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ, നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാൻ, കുറച്ച് സോഫ്റ്റ് ആക്കി എടുക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് പൊങ്ങി വരുന്നവരെ മാറ്റി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മാവ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും മാവ് എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ അതിൻ്റെ പകുതി മാവ് എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരത്തുന്ന പലകയിലിട്ടിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് പൊടി തൂകിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ മാവ്, നിങ്ങൾക്ക് അതിന് ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 4 പീസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് സൺഫ്ലവർ 4 എണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, അപ്പോൾ പകുതി വെച്ചിട്ട് ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ബോളോ കുറച്ച് വലിപ്പമുള്ള ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മളെന്തൊക്കെ നന്നായിട്ട് ഒരു മാവ് തടവിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാൻ. നല്ല തടിയിൽ പരത്തണം, നന്നായിട്ട് പരത്തി എടുക്കണ്ട, വിഷി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര ഒരു കനത്തിൽ കട്ടിയിൽ ഒരു ഷേപ്പിൽ, ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ, എന്നിട്ട് മാറ്റി വെക്കാൻ. അതേപോലത്തെ രണ്ടാമത്തെ മാവ് ഇതുപോലെ പരത്തിയെടുക്കാൻ. നമ്മളെന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാ മാവും ഇതുപോലെ പരത്തിയെടുക്കണം. ഓക്കെ, ഇതുപോലെ തന്നെ എല്ലാ മാവും ഇതുപോലെ പരത്തിയെടുക്കുക, തടിയോട് കൂടിയിട്ട് പരത്തി മാറ്റി വെക്കാൻ. അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ മേലെ നമ്മളെ മാവ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഡിസിൻ്റെ ഒരു ടോപ്പില്ലേ, മെഡിസിന് വയ്ക്കുന്നത്, അതിൻ്റെ ടോപ്പ് വെച്ച് നന്നായിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ, കത്തി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ, കട്ടിട്ട് കൊടുക്കാൻ. പക്ഷെ കട്ടായി പോരുത്, നമ്മളെ നടുക് ഭാഗം കട്ടായി പോരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ നോക്കാൻ. അപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണല്ലോ, അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ ഈ പേപ്പർ നന്നായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് നീക്കി ചുറ്റിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു 2 നമ്മൾ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ലാസ്റ്റ് എൻഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും. ഓക്കെ, നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നമ്മൾ നടുക്ക് നന്നായിട്ട് കുറച്ചൊന്ന് കുയിനിട്ട് വേണം, അപ്പോൾ കുയി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഇതുപോലെ വെക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഷേപ്പ് വരും, കുറച്ച് ഉള്ളിൽ താണു പോയിട്ടുള്ള പോലെ ഉണ്ടാവും. അപ്പം അതിനെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതിന് നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, കട്ടായി പോരുത്. കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കാൻ നിങ്ങൾ. നന്നായിട്ട് ലാസ്റ്റ് എൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ 2 മാവും ഇതുപോലെ തന്നെ ഇതുപോലെ ആക്കിയെടുക്കാൻ. അപ്പം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിനെ മാറ്റി വെച്ചതിന് ശേഷം ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ എടുത്ത്
നമ്മളതൊക്കെ ഡീപ് ഫ്രൈ ആണ് ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഫ്രൈ പാനിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ചൂടാക്കാൻ വെക്കാൻ. ഒരു ചൂടായി കഴിഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ എന്താക്കാൻ ഇതിടാൻ നോക്കാൻ, ബട്ടർ പേപ്പറോട് കൂടി ഇടാനും നോക്കാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷേപ്പ് മാറിപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ ഇടുമ്പം ഷേപ്പ് മാറിപ്പോൾ ഇപ്പോൾ ബട്ടർ പേപ്പറിന് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ വലിച്ചെടുത്ത് കളയാൻ. അപ്പം ഒരു തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡ് കളറാണ് ഒരു ഫ്രൈ ചെയ്തെടുക്കാൻ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളു നന്നായിട്ട് വേവുകയും ചെയ്യും, കുറച്ചുകൂടി മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്യും. ഇതുപോലെ ഞാൻ ഇട്ടതുപോലെ തന്നെ ബട്ടർ പേപ്പറോട് കൂടി ഇടാൻ നോക്കാൻ. എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിക്കളയാൻ. മാറ്റിയിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ. ഓക്കെ, ഇതുപോലെ ചെയ്താൽ മതി. തിരിച്ചും മറിച്ചിട്ടൊരു ഗോൾഡൻ കളറാക്കി എടുക്കാൻ. ഓക്കെ, ഇങ്ങനെ തന്നെ നമ്മളെല്ലാ മാവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാ ഫ്ലവറും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സൺഫ്ലവർ. അതിൻ്റെ സൺഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രോബെറി സിറപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചോക്ലേറ്റ് സിറപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഹണിയോ അല്ലെങ്കിൽ ജാമോ നിങ്ങളുടെ അടുത്തുള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ മേലേൽ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാണാനൊരു ഭംഗിയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകളെല്ലാവരും നോക്കി വെക്കുന്നത്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. അധികം മധുരമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. വളരെ ഈസിയാണ്. നമുക്കറിയുന്ന ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഈ ഷേപ്പിലാണ് കുറച്ചും കൂടി ഭംഗി. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള സാധനം. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പറ്റുമെങ്കിൽ ഇതിലൊരു മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മാവ് കുഴക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓപ്ഷണലാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.